ഇന്ന് എനിക്ക് ഒരുപാട് പ്രത്യേകതയും ഒരുപാട് വിശേഷവും ഒരുപാട് സന്തോഷമൊക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. എൻ്റെ മകളുടെ പിറന്നാളാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു കുഞ്ഞ് സദ്യ പ്ലാൻ ചെയ്തു. നമ്മൾ അത്യാവശ്യം ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അതിന് ഒരാഴ്ച മുമ്പ് പാത്തക്കുട്ടൻ നല്ല പനി വന്നിട്ട് വയറുവേദനയൊക്കെ ആയി കൊച്ചൊരു 2-3 കിലോ കുറഞ്ഞു പോയി. അപ്പം നമ്മളത് വേണ്ടാന്ന് വെച്ചു. വീട്ടിൽ നമ്മൾ മാത്രമായിട്ടും ആഘോഷിക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ ഒരു സദ്യയൊക്കെ ഞാൻ ഇങ്ങനെ വലിയൊരു സദ്യയൊക്കെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി. ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ പ്രാർത്ഥന. ഇന്ന് പാത്തുക്കുട്ടന്റെ ഡേ ആണ്. ഇന്ന് പാത്തുക്കുട്ടന്റെ 13ാം പിറന്നാളാണ്, കന്നിമാസത്തിലെ വിശാഖം. അപ്പൊ പാത്തുക്കുട്ടന് ഞാൻ സ്കൂളിൽ രാവിലെ വേറൊരു ഡ്രസ്സൊക്കെ ഇടിച്ച് വിട്ടു. വന്ന വഴിക്ക് ഇതേ മാറ്റി കോസ്റ്റ്യൂം ചേഞ്ച് വേറെ ഡ്രസ്സൊക്കെ ഇടിച്ചു. അപ്പൊ സദ്യ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പാത്തുക്കുട്ടനെ ഇല വെച്ചിട്ട് നമ്മള് എന്ത് ചെയ്യാൻ പോവാ? സദ്യ കഴിക്കാൻ പോവാം. പാത്തുക്കുട്ടൻ എൻ്റെ വയറ്റിലുള്ളപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു കേട്ടോ, പെങ്കൊച്ചാണ്. ഞാൻ അന്നോട്ടേ പൊന്നൂന്ന് കളിച്ചാണ്. പിന്നെ റീസെന്റ് ഇപ്പൊ ഞാൻ എന്തോ പറഞ്ഞ പാത്തുക്കുട്ടൻ ഇപ്പൊ ഒരുപാട് പേര് ഞാൻ പുറത്ത് പോകുമ്പോഴേക്കില്ലേ പാത്തുവിന് സുഖാണോ എന്ന് ചോദിക്കും. ശരിക്കും പേര് പ്രാർത്ഥന എന്നാണ് കേട്ടോ. നമ്മൾ പാത്തൂന്നും പൊന്നൂന്നും എൻ്റെ ബ്രദർ അവളെ ഏഞ്ചൽ എന്നൊക്കെയാണ് വിളിക്കണത്. അവരും ഒരു 7 ദിവസത്തെ എമർജൻസി ലീവൊക്കെ എടുത്ത് ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ പിറന്നാളാണ്. അപ്പൊ നാളും നമ്മൾ സദ്യ ഇലയിട്ട് ഭഗവാന് വിളക്കത്ത് വിളമ്പി സദ്യ കൊടുക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവക്ക് വിളമ്പി ഭാര്യ കൊടുക്കാം. ഇതൊന്നും നമ്മൾക്ക് വലിയ പ്രിയല്ല കേട്ടോ. എന്നാലും നമ്മൾ പിറന്നാളായതുകൊണ്ട് കുറേശ്ശെ കഴിക്കുന്നു. ഏറ്റവും പ്രിയമുള്ള സാധനം ഇഷ്ടമാണ്. കുറച്ച് ഇത് കറക്റ്റ് സ്ഥലത്തൊന്നും അല്ല കേട്ടോ ഞാൻ വിളമ്പണത്. ക്യാബേജ് തോരൻ കുറച്ച് വിളമ്പിയിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് എൻ്റെ പാത്തൂട്ടിന് പനിയും വയറുവേദനയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇപ്പം മാറിയിട്ടേ ഉള്ളൂ. അവിയലും പാത്തൂന് ഇഷ്ടമാണ്. ഇന്നത്തെ ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല. മാമ്പഴം അപ്പോൾ മാമ്പഴക്കാളം വിളമ്പിയിട്ടുണ്ട്. പുളിയിഞ്ചി വിളമ്പട്ടെ എണ്ണ? വേണ്ട, ഒട്ടും വേണ്ട. ഒരു പേരിന് ഒരു പപ്പടം വെച്ചേക്കട്ടെ എണ്ണ. ഇനി അച്ചാർ കടുമാങ്ങ വിളമ്പണോ? അച്ചാറൊന്നും കഴിക്കാറായിട്ടില്ല. പിറന്നാൾ കാരണം മുതലെടുക്കുക. ഇന്ന് ഞങ്ങളുടെ 13 ടീനേജാണ് കേട്ടോ. 13ാം പിറന്നാളാണ്. മതി. ചോറ് വിളമ്പട്ടെ? അപ്പൊ ചോറ് വിളമ്പണത് രതീഷേട്ടനാണ് കേട്ടോ. ശരിക്കും അമ്മയാണ് വിളമ്പേണ്ടത്. മതി, അത്രേ കഴിക്കുള്ളൂ. 2ാം ചോറ് എടുക്കാനുള്ളതാണേ. ഇത് മുഴുവണ്ണണേ. അപ്പൊ സാമ്പാർ അമ്മ വിളമ്പുണ്ട്. ചാറ് മതി, ഇത്തിരി മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ കൂടെ കൂടി പാത്തുക്കുട്ടനും ഇപ്പൊ മിൽക്കി മിസ്റ്റിന്റെ കട്ടത്തൈര് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ എല്ലാരോടും കൊഞ്ചിച്ച് സദ്യയൊക്കെ വിളമ്പിട്ടുണ്ട്. മുഴുവൻ കേട്ടോ. ഉണ്ടല്ലേ? ഓക്കെ, ഇനി ഉണ്ടിട്ട് കാണാം. പായസം മോന്റെ വര പായസം ഉണ്ട് ഇവിടെ. കുഞ്ഞായിരുന്നപ്പോ എപ്പോഴും പറയുന്നു വര പായസം വേണമെന്ന്. ഓക്കെ, സ്റ്റാർട്ട്. വാരി തന്നോ? കൊഞ്ചണോ? അപ്പൊ ഞങ്ങളുമൊക്കെ വേഗം വിളമ്പിയിട്ട് ഊണ് കഴിക്കട്ടെ. പായസം കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അമ്മ വെച്ച സാമ്പാറ. പാത്തുക്കുട്ടന്റെ 2ാം ചോറ് ആകുക കേട്ടോ. കുറച്ച് വിളമ്പട്ടെ? എന്റെ മാമ്പഴ കൊതിച്ചാണ് കേട്ടോ. ആകെ ചന്ദ്രക്കാരൻ മാമ്പഴം മാത്രമേ കഴിക്കുള്ളൂ. ബാക്കിയെല്ലാം പച്ചമാങ്ങയെ കഴിക്കും. ഒരാള് വയറ് ടൈറ്റായിട്ട് പാവാട ലൂസാക്കണ്ട കേട്ടോ. പായസം വിളമ്പിക്കോളൂ. ഇച്ചിരി പായസം. ഇത് എന്ത് പായസമല്ലോ? വര പായസം. പപ്പടം വേണോ? ഇത്രയും മതിയോ? ഇതിനു വേണ്ടിയാണോ ഞാൻ പായസം ഉണ്ടാക്കിയേ? നോ അണ്ടിപ്പരിപ്പ്, നോ മുന്തിരി. പപ്പടം പകുതി. ഒരു വായിലേക്ക് വെക്കടാ. സൂപ്പർ. പപ്പടം കൊള്ളൂല. പിന്നെ കുറച്ചുകൂടെ കഴിക്കും. മധുരം ഇഷ്ടമല്ലാത്ത കുട്ടി. അപ്പൊ സന്തോഷ ജന്മദിനം കുട്ടിക്ക്. പിന്നെ വരാം. ബൈ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ. പാത്തുക്കുട്ടന് ഇഷ്ടമുള്ളവരെല്ലാവരും പാത്തുക്കുട്ടന് ബർത്ത്ഡേ വിഷസ് അയക്കാൻ മറക്കരുതേ.